ഹരിതവാണി. ഹരിതവാണിയിൽ ഇന്ന് ചിറകടിയൊച്ചകൾക്ക് കാതോർത്ത് പക്ഷി നിരീക്ഷകനും WWF ഇന്ത്യയുടെ കേരള സംസ്ഥാന ഘടകത്തിലെ സീനിയർ എഡ്യൂക്കേഷൻ ഓഫീസറുമായ ശ്രീ AK ശിവകുമാറുമായി സന്ദീപ് സുരേഷ് നടത്തിയ അഭിമുഖ സംഭാഷണത്തിന്റെ അവസാന ഭാഗം കേൾക്കാം. പക്ഷി നിരീക്ഷണവും പക്ഷികളെ ഫോട്ടോഗ്രാഫുകൾ പകർത്തുന്നതുമൊക്കെ ഹോബിയെ കൊണ്ട് നടക്കുന്നവരുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്കുള്ള ഒരു പങ്ക് അവർ നിർവഹിക്കുന്നില്ലേ? ഉദാഹരണത്തിന് അതൊരു വിജ്ഞാനം, നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞു, ഒരുപാട് പക്ഷികളുടെ തിരിച്ചറിഞ്ഞിട്ടില്ലാത്ത പ്രത്യേകതകൾ പഠിക്കുന്നതിന് അത് സഹായിക്കുന്നുണ്ടാവാം, പക്ഷികളെ തിരിച്ചറിയാൻ സഹായിക്കുന്നുണ്ടാവാം. അതിനപ്പുറത്തേക്ക് ഒരു പക്ഷേ ഒരു പരിസ്ഥിതിയുടെ തന്നെ മാറ്റങ്ങളെയും ഒക്കെ മനസ്സിലാക്കുന്നതിന്, ഈ പക്ഷികളുടെ വരവിൻ്റെയും പോക്കിൻ്റെ ഒക്കെ പാറ്റേണുകൾ മനസ്സിലാക്കുന്നതിൽ ഒരു പങ്ക് വഹിക്കാനുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കോൺട്രിബ്യൂഷൻ, സംഭാവനകൾ ഒരു പക്ഷി നിരീക്ഷകൻ അല്ലെങ്കിൽ ഒരു ഫോട്ടോഗ്രാഫി ഹോബിയായി ചെയ്യുന്ന ഒരാൾ പോലും നിർവഹിക്കുന്നില്ലേ? തീർച്ചയായും. അതിനകത്ത് ഇന്നിപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ പരിസ്ഥിതി ശാസ്ത്രരംഗത്ത് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ആഗോളതാപനവും അതോടനുബന്ധിച്ചുള്ള കാലാവസ്ഥാ വ്യതിയാനവും. അതെ. പക്ഷികളുടെ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻസ്, പക്ഷികൾ എപ്പോഴും നല്ല സൂചകങ്ങളാണ്, അല്ലെങ്കിൽ ഇൻഡിക്കേറ്റേഴ്സാണ്. കാരണം ചില പക്ഷികളെ നമ്മൾ ചില സ്ഥലങ്ങളിൽ മാത്രമേ കാണുള്ളൂ. ചില പക്ഷികൾ ചൂട് കൂടിയ സ്ഥലത്ത് മാത്രമേ കാണുള്ളൂ. ചില പക്ഷികൾക്ക് നല്ല തണലുള്ള അല്ലെങ്കിൽ നല്ല ഷെയ്ഡുള്ള നല്ല നിത്യഹരിത വനങ്ങൾ പോലുള്ള വനങ്ങൾ വേണം. ചില പക്ഷികൾക്ക് അങ്ങനെ വേണമെന്ന് നിർബന്ധമല്ല. ക്ലോസായ സ്ഥലങ്ങളിൽ കാണുന്ന പക്ഷികളുണ്ട്. സാധാരണ ഗതിയിൽ നമ്മൾ പക്ഷി നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് ചൂടുള്ള സ്ഥലങ്ങളിൽ മാത്രം കാണപ്പെടുന്ന ഒരു പക്ഷി കാണുന്നുവെങ്കിൽ അതിനർത്ഥം ഈ പറയുന്ന സ്ഥലം ചൂടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഏറ്റവും നല്ല എക്സാമ്പിൾ ഇറങ്ങും പോകണ്ട, കേരളത്തിൽ തന്നെ മയിലുകളുടെ എണ്ണം വളരെയധികം കൂടിയിട്ടുണ്ട്. ഇപ്പോൾ ഈവൻ തെക്കൻ കേരളത്തിൽ വളരെ കുറവാണെങ്കിൽ പോലും തൃശ്ശൂരിന് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ മയിലുകൾ വല്ലാത്തൊരു പ്രശ്നം തന്നെയാണ്. പലപ്പോഴും കർഷകർക്ക് ശല്യമുണ്ടാക്കുകയും വിതച്ച് കഴിഞ്ഞ് വിത മുളച്ച് വരുമ്പോൾ അത് കൊത്തി തിന്നുന്നതും ഒക്കെ അവർക്ക് വലിയ ശല്യമായി വരുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ വന്യജീവി സംരക്ഷണ നിയമത്തിൻ്റെ പരിധിയിൽപ്പെടുന്നതിനാൽ സംരക്ഷിക്കപ്പെടുന്നു എന്ന് മാത്രം. അതുകൊണ്ട് സംരക്ഷിക്കണം എന്ന് മാത്രം ഞാൻ പറഞ്ഞില്ല. പക്ഷേ പക്ഷികളെ കൊല്ലാതെ തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ വഴികൾ, അതിന് പലപ്പോഴും നമ്മൾ പറയുന്നത് കോ എക്സിസ്റ്റൻസ് എന്നുള്ള വാക്കാണ് യൂസ് ചെയ്യുക. ഒരു സഹവാസം. പണ്ടൊന്നും നമ്മൾ ട്രിവാൻഡ്രം സിറ്റിക്കകത്ത് മയിലിനെ കണ്ടിട്ടില്ല. പക്ഷെ ഇന്നിപ്പോൾ ട്രിവാൻഡ്രം സിറ്റിക്കകത്ത് വരെ മയിലിനെ കാണുന്നുണ്ട്. അപ്പോൾ ചൂട് കൂടി വരുന്നു എന്നുള്ളതിന് ഒരു തെളിവാണ്. അതുപോലെ പണ്ട് ഒരു 10-15 വർഷത്തിന് മുന്നേ വരെ ഏഷ്യൻ ഓപ്പൺ ബിൽ എന്ന് വിളിക്കുന്ന, മലയാളത്തിൽ ചേരാക്കൊക്കൻ എന്ന് വിളിക്കുന്ന, അതുപോലെ തന്നെ കഷണ്ടിക്കൊക്ക് എന്ന് വിളിക്കുന്ന അല്ലെങ്കിൽ അരിവാൾക്കൊക്കൻ എന്ന് വിളിക്കുന്ന നമ്മുടെ ബ്ലാക്ക് ഹെഡഡ് ഐബിസ്, ഈ 2 പക്ഷികളും എടുത്തു പറയേണ്ട 2 എക്സാമ്പിളുകളാണ്. കാരണം ഇവർ പണ്ട് ഒരു ഐബിസിനെ ഒരു സ്ഥലത്ത് കണ്ടു, അല്ലെങ്കിൽ ഒരു ഓപ്പൺ ബില്ലിനെ ഒരു സ്ഥലത്ത് കണ്ടു എന്ന് പറഞ്ഞാൽ അതൊരു ന്യൂസാണ്. പുതിയൊരു പക്ഷി, അപൂർവനായ ഒരു പക്ഷിയെ കണ്ടു എന്നുള്ള ന്യൂസാണ്. എന്നാൽ ഇന്ന് ഈ പക്ഷികൾ രണ്ടും നമ്മുടെ തെക്കൻ കേരളത്തിൻ്റെ ഭാഗങ്ങളിലോ കൂട് വയ്ക്കുന്നതായിട്ട് റിപ്പോർട്ടില്ലെങ്കിൽ പോലും തെക്കൻ കേരളത്തിൽ ത്രൂ ഔട്ട് ദ ഇയർ ഇവരെ കാണുന്നുണ്ട്. അപ്പോൾ ഇവർ കൂട് വയ്ക്കാൻ വേണ്ടി മാത്രം, പ്രജനനം നടത്താൻ വേണ്ടി മാത്രം തൊട്ടടുത്ത് തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ അങ്ങോട്ടോ ഉള്ള ചൂട് കൂടിയ പ്രദേശങ്ങളിലേക്ക് പോയി അവിടെ പ്രജനനം നടത്തി തിരിച്ചു വന്ന്, കാരണം അവർക്ക് ജീവിക്കാൻ പാകത്തിനുള്ള ചൂട് നമ്മുടെ കേരളത്തിലും, ഈവൻ കേരളത്തിൽ ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ ചേരാക്കൊക്കൻ കൂട് വയ്ക്കുന്നത് തിരുനാവായിൽ മാത്രമാണ്. അതുപോലെ അരിവാൾക്കൊക്കൻ അല്ലെങ്കിൽ ബ്ലാക്ക് ഹെഡ് ഐബിസ് കൂട് വയ്ക്കുന്നത് വയനാട് പനമരത്ത് മാത്രമാണ്. അപ്പോൾ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലോ അല്ലെങ്കിൽ കൊല്ലം ജില്ലയിലോ ഒക്കെ കാണുന്ന പക്ഷികൾ, ഈ ചേരാക്കൊക്കന്മാരും അരിവാൾക്കൊക്കന്മാരും ഒക്കെ എന്തായാലും ഉറപ്പായിട്ടും ഈ പനമരത്തോ അല്ലെങ്കിൽ തിരുനാവായിലോ കൂടുവയ്ക്കുന്നവരല്ല. തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിലെ ട്രിവാൻഡ്രത്തിനോട് ചേർന്ന് കിടക്കുന്ന തമിഴ്നാട്ടിലോ എവിടെയെങ്കിലുമൊക്കെ കൂടുവച്ചിട്ട് വരുന്നവരാവാം. പക്ഷെ അവർ പണ്ട് നമ്മൾ അവരെ മൈഗ്രേറ്ററി ബേർഡ്സിനെ വിളിച്ചിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ അവർക്ക് കൊടുത്തിരിക്കുന്ന പുതിയ പേര് നോൺ ബ്രീഡിംഗ് റെസിഡൻസ് എന്നാണ്. നമ്മുടെ നാട്ടിൽ ബ്രീഡ് ചെയ്യുന്നില്ലെങ്കിൽ പോലും അവർ നോൺ ബ്രീഡിംഗ് ആയിട്ടുള്ള റെസിഡൻറ്റ് ബേർഡ്സാണ്. ഇവിടെ താമസമാക്കി കൂടുകെട്ടാൻ വേണ്ടി മാത്രം നാട്ടിൽ പോയി കൂടുകെട്ടിട്ട് തിരിച്ചു വരുന്ന പക്ഷികളാണ്. അതേസമയം സാധാരണ നമ്മുടെ ദേശാടന പക്ഷികൾ ഇവിടെ വരുന്നു, അവരുടെ സ്ഥലത്ത് നല്ല തണുപ്പൊക്കെ വരുന്ന സമയത്ത് അവർ ആ തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിലേക്ക് വരുന്നു. ഇവിടെ ചൂടായി തുടങ്ങുമ്പോഴേക്കും അവർ തിരിച്ചു പോകുന്നു. അവർ മൈഗ്രൻസ് ആണ്, മൈഗ്രേറ്ററി ബേർഡ്സ് ആണ്, അല്ലെങ്കിൽ ദേശാടന പക്ഷികളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പക്ഷികൾ, അതുപോലെ കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് നമ്മുടെ തിരുവനന്തപുരത്തിനെ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് സിറ്റിക്കകത്ത് തന്നെ പുഞ്ചക്കരി വെറ്റ്ലാൻഡ്സ് ഉണ്ട്. ആ പുഞ്ചക്കരിയിൽ പൈഡ് ഗസ്റ്റ് കുക്കുവിനെ അല്ലെങ്കിൽ ജേക്കോബിയൻ കുക്കുവിനെ കാണുന്നുണ്ട്. കൊമ്പൻ കുയിൽ എന്നാണ് വിളിക്കുന്നത്.
അതുപോലെ പലപ്പോഴും ടർട്ടിൽ ഡോവിനെ കാണുന്നുണ്ട്, ചരൽക്കുരുവി എന്ന് വിളിക്കുന്ന സ്റ്റോൺ ചാറ്റിനെ കാണുന്നുണ്ട്. ഇതൊക്കെ മറ്റു പ്രദേശങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് വന്നുകൊണ്ട് ഇതൊക്കെ മറ്റു പ്രദേശങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നവരാണ്. പക്ഷേ ഇവരൊക്കെ വരുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം ഈ പറഞ്ഞ പോലെ അവർക്ക് അവിടെ ചൂട് കൂടിയ സ്ഥലങ്ങളിൽ ജീവിക്കാൻ പറ്റിയ പക്ഷികളാണ്. കാരണം ഇങ്ങനെ ഒരു പക്ഷിയെ കണ്ടു എന്ന് പറഞ്ഞാൽ അർത്ഥം ഒരു ചൂട് കൂടിയ സ്ഥലമാണെന്ന്. അങ്ങനെ നമ്മുടെ കേരളവും ആയിക്കൊണ്ടിരിക്കുന്നു എന്ന് വേണം അതിൽ നിന്ന് അനുമാനിക്കാൻ. അപ്പോൾ അങ്ങനെ ഒരു സൂചകങ്ങളായിട്ട് പക്ഷികൾ പ്രവർത്തിക്കുന്നുണ്ട്. പിന്നൊന്ന്, തണ്ണീർത്തടങ്ങളുടെ ആരോഗ്യത്തിൻ്റെ സൂചകങ്ങൾ കൂടെയാണ് നീർത്തടത്തിലെ പക്ഷികൾ, പ്രത്യേകിച്ചും നമ്മുടെ വാട്ടർ ബേർഡ്സ് എന്ന് വിളിക്കുന്ന നീർപക്ഷികൾ. അപ്പോൾ നീർപക്ഷികൾ പണ്ട്, എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്, 2004-05 ഒക്കെ പുഞ്ചക്കരിയിൽ നല്ല കൃഷിയുള്ള സമയത്ത്, ഏതാണ്ട് ഈ സമയം നമ്മുടെ ഏഷ്യൻ വാട്ടർ ബേർഡ് സെൻസസ് നടക്കുന്ന സമയത്ത് അവിടെ മരം അടിച്ചിട്ടുണ്ടാവും. കാരണം കൃഷി അന്ന് ലാഭകരമായിരുന്നു, കൃഷി അവിടെ ഒരു ഉപജീവന മാർഗമായിരുന്നു. അന്ന് മരമടിച്ചിടുമ്പോൾ ഏഷ്യൻ പസഫിക് ഗോൾഡൻ പ്ലോവർ എന്ന് പറയുന്ന പൊന്മണൽ കോഴി, എനിക്കിപ്പോഴും ഞാൻ അത് ഓർക്കുന്നുണ്ട്, 1, 2, 3 എന്ന് നമുക്ക് എണ്ണാൻ പറ്റാത്തത് കൊണ്ട് ഗ്രിഡ് വെച്ച് എണ്ണിയ ഒരു കാലമുണ്ടായിരുന്നു 5000 മേലെ പക്ഷികളെ. പക്ഷെ ഇന്നിപ്പോൾ കഴിഞ്ഞ 2015 മുതൽക്ക് ഞാനാണ് ഏഷ്യൻ വാട്ടർ ബേർഡ് സെൻസസ് തിരുവനന്തപുരം ജില്ലയിൽ വനംവകുപ്പിനൊപ്പം കോർഡിനേറ്റ് ചെയ്യുന്നത്. പക്ഷേ പലപ്പോഴും നമുക്ക് ഇതേ പുഞ്ചക്കരി തണ്ണീർത്തടത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് 3, 4 അല്ലെങ്കിൽ കൂടിപ്പോയോ 10, 15 പൊന്മണൽ കോഴികൾ മാത്രമാണ്. അപ്പോൾ അത്രത്തോളം അവയുടെ ആവാസ വ്യവസ്ഥ നശിച്ചു, അല്ലെങ്കിൽ അവയുടെ ആവാസ ശോഷണം സംഭവിച്ചു എന്നുള്ളതാണ് അത് സൂചിപ്പിക്കുന്നത്. അതുപോലെ നമ്മുടെ പവിഴക്കാലി എന്ന് പറഞ്ഞിട്ടൊരു പക്ഷി ഉണ്ടായിരുന്നു. ആ പവിഴക്കാലിയെ വിളിക്കുക ബ്ലാക്ക് വിങ്ഡ് സ്റ്റിൽറ്റ് എന്നാണ്. അപ്പോൾ നല്ല കറുത്ത ചിറകളും വെളുത്ത തലയും നല്ല ചുവന്ന നിറത്തിലുള്ള, പേര് പറയുന്ന പോലെ തന്നെ പവിഴക്കാലി തന്നെ ആയിട്ടുള്ള പവിഴത്തിൻ്റെ നിറത്തോടുള്ള നീണ്ട കാലുകളുള്ളതുകൊണ്ടാണ് അവരെ സ്റ്റിൽറ്റുകൾ എന്ന് വിളിക്കുന്നത്. അത് ഇന്ന് കേരളത്തിൻ്റെ പല ഭാഗത്തും കൂടുവയ്ക്കുന്നുണ്ട്. ഈവൻ കൊല്ലത്ത് തന്നെ കരാളിച്ചതുപ്പിലാണ് 2004 ആദ്യമായിട്ട് അവർ കൂടുവയ്ക്കുന്നത്. അത് റിപ്പോർട്ട് ചെയ്തതും സുശാന്ത് സാറാണ്. അപ്പോൾ അവർ കൂടുവച്ചു. അത് കഴിഞ്ഞ് 2-3 വർഷത്തിന് ശേഷം കളമശ്ശേരിയിൽ ഒരു കൂടുണ്ടായിരുന്നു. ഞാൻ തന്നെ 2010-ലോ 2012-ലോ ഒക്കെ കൊല്ലത്ത് കണ്ടച്ചിറയിൽ അതിൻ്റെ കൂട് കണ്ടിട്ടുണ്ട്. സാധാരണഗതിയിൽ ഇത് ഒരു കൂട് കിട്ടുക തമിഴ്നാട് പോലെയുള്ള വരണ്ട തണ്ണീർത്തടങ്ങളിലാണ്, അത് ചൂട് കൂടിയ തണ്ണീർത്തടങ്ങളിലാണ്. അപ്പോൾ ഇവിടെ അവർ കൂട് കിട്ടുന്നു എന്ന് പറഞ്ഞതിനർത്ഥം ഇവിടെയും ചൂട് കൂടി വരുന്നു എന്നുള്ളതിന് നല്ലൊരു സൂചകമാണ് പക്ഷികൾ. പിന്നൊന്ന്, തണ്ണീർത്തടങ്ങളുടെ ഹെൽത്ത് കുറഞ്ഞു വരുന്നു. പല കാരണങ്ങളുണ്ട്. മലിനീകരണം ഒരു കാരണമാണ്, കൃഷിയില്ലായ്മ ഒരു കാരണമാണ്, അതുപോലെ ആൾക്കാരുടെ ഇടപെടൽ വേറെ കാരണമാണ്, പല ആവശ്യങ്ങൾക്കായിട്ടുള്ള ലാൻഡ് യൂസ് പാറ്റേൺസ് മാറുന്നത് ഒരു കാരണമാണ്, പിന്നെ ഡെവലപ്മെൻ്റൽ ആക്ടിവിറ്റീസ് ഒരു കാരണമാണ്. അപ്പോൾ ഇതെല്ലാം കൊണ്ട് പക്ഷികളുടെ എണ്ണം വളരെയധികം കുറയുന്നുണ്ട്. ഇത്തവണയും ജനുവരി 11 നടന്ന ഏഷ്യൻ വാട്ടർ ബേർഡ് സെൻസസിൽ ട്രിവാൻഡ്രത്ത് ഏതാണ്ട് 13% പക്ഷികളുടെ എണ്ണത്തിൽ കുറവുണ്ടായിട്ടുണ്ട്. 4 സ്പീഷീസുകളുടെ എണ്ണവും കുറഞ്ഞിട്ടുണ്ട്. കൊല്ലത്തും ഞങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ കൊല്ലത്തും ആദ്യത്തെ കണക്കെടുപ്പ് കഴിഞ്ഞപ്പോഴേക്കും ആദ്യം കുറച്ച് പക്ഷികളുടെ ഡിസ്പാറ്റ് ഉണ്ടായിരുന്നെങ്കിൽ പോലും ഫൈനൽ എല്ലാ ലിസ്റ്റും വന്നു കഴിഞ്ഞപ്പോഴേക്കും ഏതാണ്ട് 2024 11,477 പക്ഷികൾ ഉണ്ടായിരുന്നിടത്ത് 11,525 പക്ഷികൾ, വലിയ കുറവില്ലാതെ എന്നാൽ വലിയ കൂടുതലും ഇല്ലാതെ പോകാൻ പറ്റി. പക്ഷേ അവിടെ നമ്മൾ ശ്രദ്ധിച്ച വേറൊരു കാര്യം, കഴിഞ്ഞ വർഷത്തേക്കാൾ ചൂട് കൂടിയതുകൊണ്ടും കഴിഞ്ഞ വർഷത്തേക്കാൾ വെള്ളം കുറവായിരുന്നുകൊണ്ടും കാട്ടുതാറാവുകളുടെ എണ്ണം വളരെ കുറവായിരുന്നു. പക്ഷേ കാട്ടുതാറാവുകളുടെ എണ്ണം കോമ്പൻസേറ്റ് ചെയ്തത് ആഴം കുറഞ്ഞ സ്ഥലങ്ങളിൽ ഇരപിടിക്കുന്ന കൊക്കുകളും കൊറ്റികളും ചേർന്നിട്ടാണ് കോമ്പൻസേറ്റ് ചെയ്തു പോയത്. അതിനകത്ത് അതിശയിപ്പിക്കുന്ന ഒരു കാര്യം, സാധാരണഗതിയിൽ നമ്മൾ വടക്കോട്ട്, അതായത് ഭാരതപ്പുഴയുടെ ഭാഗത്തേക്ക് മലപ്പുറം, പാലക്കാട്, തൃശ്ശൂർ ആ ഭാഗത്തേക്കുള്ള ചൂട് കൂടിയ തണ്ണീർത്തടങ്ങളിൽ കൂടുതലായി കണ്ടുകൊണ്ടിരുന്ന കന്യാസ്ത്രീ കൊക്ക് അല്ലെങ്കിൽ ഏഷ്യൻ വൂളി നെക്ക്ഡ് സ്റ്റോക്ക്, ആ സ്റ്റോക്കുകളുടെ 38 എണ്ണത്തിൻ്റെ ആദ്യമായിട്ടാണ് 38 എണ്ണത്തിൻ്റെ ഒരുമിച്ച് ഞാൻ കാണുന്നത്. അപ്പോൾ അതിനെ എനിക്ക് കൊല്ലത്ത് പോളച്ചിറയിൽ കാണാൻ കഴിഞ്ഞു ഈ ഏഷ്യൻ വാട്ടർ ബേർഡ് സെൻസസിൽ. അപ്പോൾ ഇതൊക്കെ സൂചിപ്പിക്കുന്നത് നമ്മുടെ തണ്ണീർത്തടങ്ങളുടെ വളരെ പ്രകടമായ മാറ്റങ്ങളും ആവാസ ശോഷണവും അതുപോലെ നമ്മുടെ ആഗോളതാപനത്തിൻ്റെയും കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെയും ലക്ഷണങ്ങൾ തന്നെയാണ്. പക്ഷേ ഇതെല്ലാം നമ്മൾ പക്ഷികളിൽ മാത്രം ലിമിറ്റ് ചെയ്യേണ്ട കാര്യമല്ല, ഇതെല്ലാം തന്നെ നമ്മുടെ ലൈഫിലേക്ക് മാറുന്നുണ്ട്. ആഗോളതാപനം, കാലാവസ്ഥ വ്യതിയാനമൊക്കെ പണ്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ പരിസ്ഥിതിക്കാർ മാത്രം പറഞ്ഞത് വാക്കാണെങ്കിൽ ഇന്നിപ്പോൾ സാധാരണ ജനത്തിൻ്റെ പോക്കറ്റിലേക്ക് വരെ ചെന്നെത്തുന്ന അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട് ഈ ആഗോളതാപനമൊക്കെ. അപ്പോൾ അതിനൊക്കെ പറ്റിയ ഏറ്റവും നല്ലൊരു ഇൻഡിക്കേറ്ററാണ്. അത് പക്ഷികളെ കോൺസ്റ്റൻ്റായിട്ട് നമ്മളിങ്ങനെ നിരീക്ഷിച്ച് വന്നാൽ മാത്രമേ നമുക്കത് അറിയാൻ പറ്റുള്ളൂ.
അതായത് ഒരു പക്ഷി നിരീക്ഷകൻ ശരിക്കും പറഞ്ഞാൽ പക്ഷികളുടെ ഒരു കേസ് മാത്രമല്ല ഇവിടെ പഠിച്ചേക്കുന്നത്. ഒരു ആവാസ വ്യവസ്ഥ നഷ്ടമാണെന്ന് വെച്ചാൽ അത് പക്ഷികൾക്ക് മാത്രമല്ല, യഥാർത്ഥത്തിൽ ആ ഒരു പ്രദേശത്ത് ജീവിക്കുന്ന മനുഷ്യരെല്ലാം ഏറെയും കുറഞ്ഞും അത് ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മളിപ്പോൾ കേരളത്തിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ വളരെ വ്യത്യസ്തമായ ഭൂപ്രകൃതി നമുക്ക് കാണാൻ പറ്റും. നമുക്ക് വനങ്ങളുണ്ട്, ഹൈറേഞ്ചുകളുണ്ട്, ഇടനാടുണ്ട്, തീരപ്രദേശമുണ്ട്. ഓരോ ഇടത്തും അതിൻ്റേതായ പ്രത്യേകതകളുള്ള ജീവിവർഗ്ഗങ്ങൾ, പ്രത്യേകിച്ചും പക്ഷിവർഗ്ഗങ്ങളായാലും ഉണ്ടാകും. അങ്ങ് ഈ പ്രദേശങ്ങളിലെല്ലാം ഒരു പക്ഷേ സഞ്ചരിച്ച് പക്ഷികൾ നിരീക്ഷിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അങ്ങയുടെ നിരീക്ഷണത്തിൽ കേരളത്തിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ചില പക്ഷി വിഭാഗങ്ങൾ, അല്ലെങ്കിൽ നമ്മളൊരു പക്ഷി നിരീക്ഷണത്തിനായി ഒരാൾ പോകുമ്പോൾ അയാൾക്ക് ഏറ്റവും പ്രതീക്ഷകൾ ഉറ്റുനോക്കാവുന്ന എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക? നമുക്കൊരു മുൻവിധിയോടുകൂടി ഒരിക്കലും പക്ഷി നിരീക്ഷണത്തിന് പോകാൻ പറ്റില്ല. ഇന്ന പക്ഷികളെ കാണണം, സ്ഥിരം പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളാണ്, അപ്പോൾ അവിടെ ഇന്ന പക്ഷികളുണ്ടാവും എന്ന് നമുക്ക് അറിയാം. കാരണം നേരത്തെ ചെയ്തിട്ടുള്ള പക്ഷി നിരീക്ഷണ സംരംഭങ്ങളിലൂടെ, യാത്രകളിലൂടെ നമുക്ക് അറിയാം ഇത്തരം പക്ഷികളൊക്കെ അവിടെ ഉണ്ടാവുന്നു. പക്ഷേ എങ്കിൽ പോലും ഇന്നത്തെ ഒരു അവസ്ഥയിൽ നമുക്കൊരു ആ ഒരു മുൻവിധിയോടുകൂടി ഈ പക്ഷികളൊക്കെ അവിടെ ഉണ്ടായിരിക്കണം എന്ന് വെച്ച് പോകാൻ പറ്റില്ല. ഉണ്ടെങ്കിൽ നന്ന്, ഇല്ലെങ്കിൽ ഇല്ല, അത്രേ ഉള്ളൂ. പക്ഷേ അങ്ങനെ പോകുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇപ്പോൾ ഞാൻ എൻ്റെ ഏറ്റവും നല്ലൊരു എക്സാമ്പിളാണ് ഞാൻ ഈ കൊല്ലത്തെ കാട്ടുതാറാവുകളുടെയും കുട്ടികളുടെയും എണ്ണത്തിൽ ആ ഡൈനാമിക്സിൽ വന്ന ഒരു ഭയങ്കര മാറ്റമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കുന്നതും പിന്നെ ഈ തണ്ണീർത്തടങ്ങളുടെ ആരോഗ്യം കുറയുന്നത് പലപ്പോഴും പക്ഷികളാണ് നമുക്ക് കാണിച്ചു തന്നത്. അപ്പം തണ്ണീർത്തടങ്ങളുടെ ആരോഗ്യം കുറയുന്നത് തണ്ണീർത്തടങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്ന ആൾക്കാരുടെ സാമൂഹിക സാമ്പത്തിക അവസ്ഥയിലേക്ക് കൂടെ അവർ ഒരു കൈചൂണ്ടലാണ്. അപ്പോൾ അതും നമ്മൾ കൺസിഡർ ചെയ്യണം. പിന്നെ നമ്മൾ എടുത്ത് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ചേരാക്കൊക്കന്മാരുടെയും മഴവളക്കൊക്കന്മാരുടെയും കാര്യം വളരെ നല്ലൊരു എക്സാമ്പിളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പക്ഷേ സ്ഥിരമായി നോക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന പോലെ പക്ഷി നിരീക്ഷകർ ഉണ്ടാവണം. അത് ഇപ്പോഴത്തെ പക്ഷി നിരീക്ഷകർ കുറേ പേരെങ്കിലും ഫോട്ടോഗ്രാഫിക്ക് വേണ്ടി മാത്രം ചെയ്യുന്നവരുണ്ട്. പക്ഷെ അല്ലാതെ പക്ഷി നിരീക്ഷണത്തിനോടൊപ്പം ഫോട്ടോഗ്രാഫിയും കൊണ്ട് പോകുന്നതാണ്, അതാണ് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഞാനിപ്പോൾ പോയി കഴിഞ്ഞാലും എൻ്റെ കയ്യിൽ ബൈനോക്കുലറും ഉണ്ടാവും, ക്യാമറ ഉണ്ടാവും. ഈവൻ ക്യാമറ ഇല്ലെങ്കിലും ബൈനോക്കുലർ ഉണ്ടെങ്കിൽ എനിക്ക് സന്തോഷമാണ്. കാരണം പക്ഷികളെ കാണാം. മറ്റ് ഒരു നിരാശ ഉണ്ടാവും, കണ്ടിട്ടും ഡോക്യുമെൻ്റ് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നൊരു ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പണ്ട് നമ്മൾ ഒരു പക്ഷിയുടെ പടം വരച്ച് ഒക്കെ ചെയ്തിരുന്ന കാലത്ത് ഈ പറഞ്ഞ പോലെ അതിനെ ഡീറ്റെയിൽസിലേക്ക് നമ്മൾ പോകുമായിരുന്നു. പക്ഷേ ഇന്ന് ചിലപ്പോൾ ഫോട്ടോ എടുത്തിട്ടായിരിക്കും ആ ഡീറ്റെയിൽസ് നമുക്ക് മനസ്സിലാവുന്നത്. അതിനും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മെഡിസിൻ ഡിവൻസും ഒക്കെ ഉണ്ട്. അത് കാലഘട്ടത്തിൻ്റെ മാറ്റമാണ്, നമുക്ക് അനിവാര്യമായ മാറ്റമാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇനി നമ്മുടെ പുതിയൊരു തലമുറ അതിനകത്തേക്ക് വരണം. അത് ഈ ഫോട്ടോഗ്രാഫിക്ക് വേണ്ടി മാത്രമാവരുത്, പക്ഷി നിരീക്ഷണത്തിനും അവയെ ഒബ്സർവ് ചെയ്യാനും ആ ഒബ്സർവേഷൻസിനെ അനലൈസ് ചെയ്യാനും പറ്റണം. അനലൈസ് ചെയ്ത് എങ്ങനെ അത് നമ്മുടെ ദൈനംദിന ജീവിതത്തിനോട് അല്ലെങ്കിൽ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളതോട് നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ ഈ പറഞ്ഞ പോലെ കേരളത്തിൽ എടുത്ത് പറയാൻ പറ്റുന്ന 2 എക്സാമ്പിളുകളാണ് ഞാൻ ഈ പറഞ്ഞ നോൺ ബ്രീഡിങ് റെസിഡൻസ്. അപ്പോൾ ഇവരുടെ വരവും പോക്കും, അതുപോലെ വേറൊരു വളരെ ഇൻട്രസ്റ്റിംഗ് സാധനമാണ് പക്ഷികളുടെ കൂടുകൂട്ടൽ. ഹെറോണറി കൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊറ്റില്ല സർവേ പണ്ട് നമ്മൾ ചെയ്തിരുന്നത് ജൂലൈ മാസങ്ങളിലായിരുന്നു. ജൂണിൻ്റെ കളറ് ജൂലൈ മാസങ്ങളിലായിരുന്നു. പക്ഷെ ഇന്നിപ്പോൾ പണ്ട് ജൂലൈ മാസമാണ് നമ്മൾ ഹെറോണറി കൗണ്ടിന് വേണ്ടി തിരഞ്ഞെടുത്തിരുന്നതെങ്കിൽ ഇന്നിപ്പോൾ പലപ്പോഴും ജനുവരി മുതൽക്ക് തന്നെ പലയിടത്തും കൂട് കൂട്ടുന്നുണ്ട്. ഞാൻ ഈ കഴിഞ്ഞ 2-3 ദിവസത്തിന് മുമ്പ് ബാക്ക് ബേർഡ് കൗണ്ടിന് വേണ്ടിയിട്ട് ആറ്റിങ്ങിനടുത്ത പഴഞ്ചിറയും അതുപോലെ കഠിനംകുളത്തിനടുത്ത പെരുങ്ങുഴി ആ ഭാഗങ്ങളൊക്കെ പോയിരുന്നു. പലപ്പോഴും ഒത്തിരി പക്ഷികൾ അവരുടെ വിവാഹ വേഷത്തിൽ, അതായത് ബ്രീഡിംഗ് പ്ലൂമേജിൽ കാണാൻ പറ്റി. അപ്പോൾ അവരിപ്പോഴേ അത് തുടങ്ങി എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ നഗരത്തിലേക്ക് വരികയാണെങ്കിൽ ശ്രദ്ധിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം, കഴിഞ്ഞ വർഷം വരെയും നിയർ ത്രട്ടൻഡ് സ്പീഷീസ് എന്നായി കരുതിയിരുന്ന ചേരക്കോഴികളുണ്ടായിരുന്നു. ആ ചേരക്കോഴികളെ നമ്മൾ വിളിക്കുക ഓറിയൻ്റൽ ഡാർട്ടേഴ്സ് എന്നാണ് വിളിക്കുക. ഈ വർഷമാണ് അവരുടെ സ്റ്റാറ്റസ് നിയർ ത്രട്ടൻഡ് നിന്ന് മാറ്റി ലീസ്റ്റ് കോമണിലേക്ക് മാറിയത്. അത് പക്ഷേ ഒരുപക്ഷെ നമ്മൾ കോട്ടയം ടൗണിൽ പോയി കഴിഞ്ഞാൽ ഇതിനെയാണോ നമ്മൾ ഇങ്ങനെ തേരാപ്പാര മുകളിൽ കൂടെ പറക്കും കാണാം. തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷന് മുന്നിൽ കുറച്ച് നാൾക്ക് മുമ്പ് വരെ വലിയൊരു എണ്ണം ചേരക്കോഴികൾ കൂട് കെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനെയാണോ നമ്മൾ വംശനാശ ഭീഷണി നേരിടുന്നു എന്ന ചോദ്യമൊക്കെ ഉണ്ടാവാം. അപ്പോൾ അതിന് നമ്മുടെ തിരുവനന്തപുരത്തെ അതിൻ്റെ ഒരേ ഒരു കൂട് കെട്ടൽ കേന്ദ്രം കൃത്യമായി നിരീക്ഷിച്ചു വരുന്നത് നമ്മുടെ സൂവിനുള്ളിലാണ്. കാരണം അവർക്ക് ആ ഒരു പോപ്പുലേഷന് കൃത്യമായിട്ട് അറിയാം അതൊരു വളരെ സേഫായിട്ടുള്ള ഷെൽട്ടറാണ്. ആ സേഫായിട്ടുള്ള ഷെൽട്ടറിനകത്ത് നമുക്ക് ധൈര്യമായിട്ട് കൂട് കിട്ടാം, ഒന്നും സംഭവിക്കില്ല, ശല്യം ചെയ്യാനൊന്നും ആരും ഉണ്ടാവില്ല. പക്ഷേ അവിടെയും നാച്ചുറൽ പ്രെഡേറ്റേഴ്സ് ഉണ്ടാവാം. ഇപ്പോൾ കഴിഞ്ഞ തവണയും മരപ്പട്ടി, അതുപോലെ രാത്രിയിൽ തരുന്ന മൂങ്ങകൾ, അവരുടെയൊക്കെ ശല്യം ഒഴിവാക്കിയാൽ അതൊരു വളരെ സേഫ് സോണാണ് അവരെ സംബന്ധിച്ചിട്ട്. അപ്പോൾ അങ്ങനെയുള്ള നഗരപ്രദേശങ്ങളിൽ സേഫായിട്ട് കിട്ടുന്ന സ്ഥലങ്ങളും എല്ലാം അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വളരെയധികം സഹായിക്കുന്നുണ്ട്. ചിറകടിയൊച്ചകൾക്ക്
കാതോർത്ത്. പക്ഷി നിരീക്ഷകനും WWF ഇന്ത്യയുടെ കേരള സംസ്ഥാന ഘടകത്തിലെ സീനിയർ എഡ്യൂക്കേഷൻ ഓഫീസറുമായ ശ്രീ AK ശിവകുമാറുമായി സന്ദീപ് സുരേഷ് നടത്തിയ അഭിമുഖ സംഭാഷണം സമാപിക്കുന്നു. ഹരിതവാണി സമാപിക്കുന്നു.